ഏതൊരു ദേവാലയം നമ്മൾ ശ്രദ്ധിച്ചാലും അത് ക്രിസ്ത്യാനിയുടെ ആവട്ടെ, മുസ്ലിമിൻ്റെ ആവട്ടെ, ഹിന്ദുവിൻ്റെ ആവട്ടെ, ഏത് ജാതിക്കാരുടെയും ആവട്ടെ, ജൈനൻ്റെയോ ആരുടെയെങ്കിലും ആവട്ടെ, അതിനെല്ലാം പിന്നിൽ ഓരോ കഥയുണ്ട്. പക്ഷെ ശബരിമലയുടെ ചരിത്രം പരിശോധിച്ചാൽ കഥകൾക്കുമേൽ കഥകൾക്കുമേൽ കഥകളാണ്. കാരണം നമ്മുടെയൊക്കെ പഴയ ഓർമ്മകളിൽ ശിവന്റെയും മോഹിനി രൂപമാർന്ന വിഷ്ണുവിൻ്റെയും പുത്രനാണ് അയ്യപ്പൻ. അതെന്തുമാട്ടെ, ആ വിശ്വാസത്തിലാണ് നമ്മൾ തുടർന്നു പോരുന്നത്. അതിൻ്റെ സത്യാസത്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ആ ചരിത്രം അങ്ങനെ നിൽക്കട്ടെ. പക്ഷെ പിന്നീട് വന്നിരിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്ന നമ്മൾ കണ്ടിരിക്കുന്ന മാളികപ്പുറത്തിൻ്റെ കഥ തന്നെ ഇപ്പോൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ട് മഹിഷിയായിരുന്നു, അതിപ്പം മധുരമീനാക്ഷിയായി, പിന്നെ ലളിതയായി, മറ്റേ പത്മിനിയായി, അങ്ങനെ എനിക്കറിയില്ല എന്തൊക്കെയോ ആയിട്ടുണ്ട്. പിന്നെ തന്നെയല്ല മാധ്യമങ്ങളിലെല്ലാം അയ്യപ്പനൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഒരുപാട് കഥകളും പ്രചരിക്കുന്നുണ്ട്. അതെല്ലാം വിശ്വാസികളുടെ വിശ്വാസത്തെ തളർത്തുകയാണോ കെടുത്തുകയാണോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഇതിനകത്തെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കുന്നുണ്ട്. ഇപ്പം ഒരു പുതിയ ചരിത്രം വന്നിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെയൊക്കെ കളരി പഠിക്കാനും മറ്റും പോയ അയ്യപ്പൻ്റെ കഥകളിലേക്ക് വരുമ്പം അയ്യപ്പൻ്റെ കീഴിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ലോകപ്രശസ്ത കൊള്ളക്കാരനായിരുന്നു. ലോകപ്രശസ്തനായാലും കേരളത്തിലെ വലിയൊരു കൊള്ളക്കാരനായിരുന്നു. ഇത് മുസ്ലിമായിരുന്നു. അദ്ദേഹത്തെയാണ് വാവരുസ്വാമിയായിട്ട് പ്രതിഷ്ഠിച്ചത്. രണ്ടാമത് ഏതോ നാട്ടിൽ, അതായത് ഇന്ത്യക്കും വെളിയിലുള്ള ഒരു നാട്ടിൽ എന്നോ മരിച്ചുപോയ അല്ലെങ്കിൽ മൃതിയടഞ്ഞ ഒരു സെബാസ്റ്റ്യനോസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനെയാണ് അർത്തുങ്കൽ പള്ളിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ അർത്തുങ്കൽ പള്ളിയിലെ പുണ്യാളൻ ഇപ്പോൾ ഇതാ നമ്മുടെ അയ്യപ്പൻ്റെ കൂടെ കളരി വരെ ചെന്നിരിക്കുന്നു, വെളുത്തുണ്ണിയായിട്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല, പണ്ട് മരിച്ച അദ്ദേഹം ഈ അയ്യപ്പൻ്റെ ചരിത്രം മറ്റേ നമ്മുടെ ബാബരുടെ ചരിത്രം ഇതൊക്കെ തമ്മിൽ എങ്ങനെയാണ് കോയിൻസൈഡ് ചെയ്തു വരുന്നത്? എങ്ങനെയാണ് നമുക്കിതിലൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി പറഞ്ഞു തന്ന് എന്നെ കൂടെ മനസ്സിലാക്കി തന്നാൽ വളരെ ഉപകാരമാണ്. എന്നെ പൊങ്കാലയിടരുത്. നന്ദി, നമസ്കാരം. കാരണം ഈ അയ്യപ്പൻ, ഒരു വാക്കൂടെ പറയാണ്, അയ്യപ്പൻ, വാവര്, വെളുത്തുണ്ണിയോ ഇങ്ങനെയുള്ള കുറേ പേരുടെ ഈ സംഗമത്തിൽ എനിക്ക് തീർത്തും വിശ്വാസമില്ല. ആ കെട്ടുകഥയിൽ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അറിയാവുന്നവർ യഥാർത്ഥ അയ്യപ്പൻ എന്ന് വെടിവാക്കി തരണേ. കലർപ്പില്ലാത്ത അയ്യപ്പനെയാണ് എനിക്കറിയേണ്ടത്. നന്ദി, നമസ്കാരം.